6ാം ക്ലാസ്സിൽ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠത്തിൻ്റെ പേരാണ് സിഗിടി മച്ലി സൂഖേ ക്യൂ നഹി എന്നുള്ളത്. അതിൽ ആ പാഠത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പാഠത്തിൽ നമുക്ക് ഒരു മുക്കുവൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അതേപോലെ അവരുടെ അമ്മയായ വയസ്സായൊരു സ്ത്രീയുടെയും അവരുടെ ഒരു കുഞ്ഞുമകനും ഇവരെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് നമുക്ക് ഇതിൽ വായിക്കാനുള്ളത്. ഒരു കഥാരൂപത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു എല്ലാം നിറഞ്ഞ നമുക്ക് ചിരിക്കാനും എല്ലാം ഉള്ള ഒരു തരത്തിലുള്ള ഒരു വിവരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു അമ്മ കൊട്ടയൊക്കെ ഏറ്റി എങ്ങോട്ടോ പോകുന്നുണ്ട്. ഒരമ്മ കുറച്ച് മീനുകളെല്ലാം ഉണക്കുന്നുണ്ട്. ഒരു കുഞ്ഞു മോൻ അവിടെ കിടക്കുന്നുണ്ട് ഇല്ലേ. ഒരു മുക്കുവൻ അതാ തോണിയിലേറി പോകുന്നുണ്ട്. ഈ ഒരു ചിത്രമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു കഥയാണ് നമുക്കിവിടെ പറയാനുള്ളത് എന്ന് നമുക്ക് കഥയിലേക്ക് കടക്കാം. അപ്പോൾ പാഠത്തിൻ്റെ പേരാണ് സിഗിടി മച്ലി സൂഖി ക്യോ നഹി. ഇതൊരു ലോകകഥയാണ്. പഞ്ചേ മങ്കേഷ്കർ റാവു ആണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അപ്പം സിഗിടി മച്ലി എന്ന് പറയുന്നത് ഒരു തരം മത്സ്യമാണ്. ഇപ്പം കടലിൽ ഒരുപാട് തരത്തിലുള്ള മത്സ്യങ്ങളുണ്ടല്ലോ. അതിലൊരു തരം നമുക്കിപ്പം നമ്മുടെ വെള്ളത്തിൽ അല്ലെങ്കിൽ കുളത്തിൽ പുഴയിലൊക്കെ നമ്മളിങ്ങനെ പറയും കണ്ണനുണ്ട്, അതുപോലെ വരാലുണ്ട്, അത് ഇതെന്ന് പറഞ്ഞ് പറയാറില്ല. അതേപോലെ കടലിലുള്ള ഒരു തരം കണ്ണൻ, അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം. ഒരു കടൽ കണ്ണൻ എന്നൊക്കെ പറയുന്ന രീതിക്കുള്ളൊരു മത്സ്യമാണിത്. അത്യാവശ്യം വഴുവഴുപ്പും കൊഴുകൊഴുപ്പൊക്കെയുള്ള ഒരു തരം മത്സ്യം. എന്നാൽ ഇനി നമുക്ക് കഥ എന്താണെന്ന് നോക്കാം. സമുദ്രക്കെ കിനാരി ഏക്ക് ഗാവ് ഥ. സമുദ്രത്തിൻ്റെ അടുത്ത് ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ഗാവ് മേ ഏക്ക് മച്ചുവാരേക്കാ പരിവാർ രഹത്താ ഥ. ആ ഗ്രാമത്തിൽ ഒരു മുക്കുവൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. അവിടെയാണ് താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഉസ് പരിവാർ മേ 4 ലോഗ് തെ. ആ കുടുംബത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. മച്ചുവാരീൻ, മുക്കുവത്തി, ഉസ്കാ പതി, അതായത് അദ്ദേഹത്തിൻ്റെ ആ മുക്കുവത്തീൻ്റെ ഭർത്താവ്, അതായത് മുക്കുവൻ. ഉൻകാ ഏക്ക് ബച്ച, അവരുടെ ഒരു മോനും. और मछुआरे की माँ, ആ മുക്കുവൻ്റെ അമ്മയും. മച്ചുവാര സമുദ്രസെ മച്ലി പക്കടുക്കർ ലാത്ത. മുക്കുവൻ കടലിൽ പോയി മീനിനെ കൊണ്ടുവരും. മച്ചുവാരീൻ ഇൻ മച്ലിയോക്കോ ബാസാറിലെ ജാക്കർ ബേച്ച്തി. മുക്കുവത്തി എന്ത് ചെയ്യും? ഈ മീനുകളെ പിടിച്ചു കൊണ്ടുവന്ന മീനുകളെല്ലാം ചന്തയിൽ കൊണ്ടുപോയിട്ട്, ബാസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കും. ജോ മച്ലിയാം ബച്ച് ജാത്തി ഉനേ ബൂട്ടി അമ്മ ധൂപ്പ് മേ സുഖാത്തി ദി. ബാക്കി മീനുകൾ, അതായത് മുഴുവനൊന്നും വിറ്റഴിക്കാൻ കഴിയാത്ത അവസരങ്ങളിൽ മുക്കുവത്തി തിരിച്ചു കൊണ്ടുവരുന്ന മീനുകൾ ആ വയസ്സായ അമ്മ എന്ത് ചെയ്യും? ഉണക്കും. എങ്ങനെയാണ് ഉണക്കുന്നത്? ധൂപ്പുമേ സുഖാത്തി ഹെ, വെയിലത്തിട്ട് ഉണക്കുന്നു. ഓർ ബച്ച, കുഞ്ഞോ, വോ പടാ പടാ രോത്താരാത്ത, അവൻ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അടുത്തതായിട്ട് ഏക് ദിൻ മച്ചുവാര ജാൽ ലേക്കർ നാസ്മേ ജാ ബൈഠ. ഒരു ദിവസം മുക്കുവൻ വലയെടുത്ത് കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തോണിയിൽ കയറിയിരുന്നു. മച്ചുവാരീൻ മച്ലിയോ ബേച്ച്നേക്ക് ലിയേ ബാസാർ ചലി ഗയി. അതേപോലെ മുക്കുവത്തി എന്ത് ചെയ്തു? മീൻ വിൽക്കാൻ വേണ്ടി മാർക്കറ്റിലേക്കും പോയി. ഘർ പർ ബൂട്ടി അമ്മ ബച്ചി മച്ലിയോക്കോ ധൂപ്പ് മേ സുഖാ രഹി ഥി. അപ്പോൾ അമ്മൂമ്മ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? അവിടെയുള്ള മീനുകളെ വെയിലത്തിട്ട് ഉണക്കുകയായിരുന്നു. ഒരു ബച്ച ഏക് ചട്ടായി പർ പടാ പടാ റോ രഹാത. ഒരു പായയിൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. ബൂട്ടി അമ്മ ചബൂത്തരെ പർ ബൈഠീതി. കുഞ്ഞാണ് അവിടെ കിടന്ന് ഇങ്ങനെ കരയുന്നത്. അപ്പം വയസ്സായ അമ്മ അടുത്ത് തന്നെ ഒരു തിണ്ണയിൽ ഇരുന്നിട്ട് വഹ് ഏക് ഹാത്ത് സെ ബച്ചേക്കോ ഷഹലാ രഹി ഥി. ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നു. और दूसरे से कौओं को भगा रही थी. മറ്റേ കൈ കൊണ്ട് ഒരു കോലെടുത്തിട്ട് അവിടെ ഉണക്കാനിട്ട മീനിനെ കുത്താൻ വരുന്ന കാക്കകളെയൊക്കെ ഓടിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത പേജിൽ എന്താണെന്ന് നോക്കാം. ചിത്രത്തിൽ എല്ലാവരും ഉണ്ടല്ലോ. ഷാം ഹോ ഗയി, വൈകുന്നേരമായി. സമുദ്രസെ മച്ചുവാര और बाजार से उसकी बीवी लौटने ही वाले थे. വൈകുന്നേരമായി. സമുദ്രത്തിൽ നിന്ന് മുക്കുവനും അതേപോലെ മാർക്കറ്റിൽ ചന്തയിൽ പോയിട്ടുള്ള മുക്കുവത്തിയും തിരിച്ചു വരാനായി. ബൂട്ടി അമ്മാനെ സോച്ച ഷാം ഹുയി. വയസ്സായ അമ്മ എന്ത് വിചാരിച്ചു? വൈകുന്നേരമായി. അബുമേ
अब मैं सिगड़ी मछलियों को समेट कर अंदर ले जाओ അങ്ങനെ മുത്തശ്ശി വിചാരിക്കുകയാണ് ഉണക്കാനിട്ട മീനുകൾ ആ സിഗടി മछलीനെ എല്ലാം എടുത്തിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് അകത്തേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ്. ഉസ്നെ ബറാംദേ മേ പടി മछलियों को छूकर देखा. അവിടെ പായിൽ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്ന ആ മീനുകളെയൊക്കെ ഒന്ന് തൊട്ട് നോക്കി. മछलियाँ अभी भी सूखी नहीं थी. മീനുകൾ അപ്പോഴും എന്താണ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇതുവരെ ഉണങ്ങാത്ത? ആ ഒരു കാരണവും തിരഞ്ഞ് നമ്മുടെ മുത്തശ്ശി പോവാണ്. ബൂഠി അമ്മ ബോലി, ആ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ പറയുന്നേ? സിഗിടി ഓ സിഗിടി ഓ സിഗിടി ഓ സിഗിടി എന്നാ മീനിനെ വിളിക്കുകയാണ്. തും ക്യോ നഹി സൂഖി, നീ ഇതുവരെ എന്താ ഉണങ്ങാത്തേന്ന് ചോദിക്കുകയാണ്. അപ്പം സിഗിടി ബോലി, സിഗിടി പറയാണ്, ബൂഠിയമ്മ മുത്തശ്ശി മുത്തശ്ശി ഘാസ് ബഡ് ഗൈ, എന്താണ് പുല്ലുകളെല്ലാം വളർന്നിട്ടുണ്ട്. മുझे ധൂപ് ഹി നഹി മിലി, എനിക്ക് വെയിലേ കിട്ടിയിട്ടില്ല. തോ മേ കേസേ സൂഖൂം, അപ്പോൾ എങ്ങനെ ഞാൻ ഉണങ്ങുന്നേ? മുജ്സേ ക്യോ പൂച്ച്തി ഹോ ഘാസ് സേ പൂച്ചോ, എന്നോട് എന്തിനാ ഉണങ്ങാത്ത എന്താന്ന് ചോദിക്കുന്നേ? ആ പുല്ലിനോടും ആ നിഴൽ തരുന്ന പുല്ലിനോട് പോയി ചോദിക്കുകയെന്ന് പറയുകയാണ്. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? ബൂഠിയമ്മ ആരടുത്തായിരിക്കും പോവുക? അതാ അവിടെ വളർന്നു നിൽക്കുന്ന പുല്ലിൻ്റെ അടുത്തേക്ക് പോവാണ്. ബൂഠിയമ്മ ഘാസ് കെ പാസ് ആ ഗൈ, ബൂഠിയമ്മ എന്താണ് ആ പുല്ലിൻ്റെ അടുത്തേക്ക് വന്നു. ഘാസ് ഓ പുല്ലേ, ബാത്ത് ന തൂ ധൂപ് കെ ആടെ ക്യോ ആയി, എന്താണ് നീ എന്തിനാണ് ഈ വെയിലിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. ഘാസിനെ ജവാബ് ദിയ, ആ പുല്ല് അപ്പം മറുപടി കൊടുക്കുകയാണ്. ബൂഠിയമ്മ ഓ മുത്തശ്ശി, ബച്ചഡേനെ മുझे നെഹി ഖായ തോ മേ ക്യാ കരും, ഈ പശുക്കളോ ഒന്നും എന്നെ കഴിച്ചില്ല, അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? മുജ്സേ ക്യോം പൂച്ച്തി ഹോ, എന്നോട് എന്തിനാ ചോദിക്കുന്നേന്ന് ചോദിക്കുകയാണ്. ബച്ചഡേ സേ പൂച്ചോ, ആ പശുക്കിടാവിനോട് പോയി ചോദിക്കുകയെന്ന് പറയാണ് ഇവിടെ. അടുത്തതായിട്ട് അതാ പശുക്കിടാവിൻ്റെ അടുത്ത് എത്തി മുത്തശ്ശി. ഫിർ ബൂഠി അമ്മ ബച്ചഡേക്കേ പാസ് ഗൈ, അമ്മ എന്ത് ചെയ്തു? ആ പശുക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി. ഉസ്നെ പൂച്ച ബച്ചഡേ ഓ പശുക്കുഞ്ഞെ, തുമ്നെ ഘാസ് ക്യോ നെഹി ഖായി, നീ എന്തുകൊണ്ടാണ് ആ പുല്ല് കഴിക്കായിരുന്നേന്ന് ചോദിക്കുകയാണ്. ബച്ചഡേനെ കഹ, അപ്പോൾ പശുക്കുഞ്ഞ് പറയാണ്, ബൂഠിയമ്മ ഓ മുത്തശ്ശി ഘർ കി ഔറത്തിനെ മേരി രസ്സി നെഹി ഖോലി, വീട്ടിലുള്ള അമ്മ എൻ്റെ എന്താണ് കയറ് അയച്ചിട്ടില്ല. തോ മേ ക്യാ കരും, അപ്പം ഞാൻ എന്ത് ചെയ്യും? തും ഔറത്ത് സേ പൂച്ചോ, നീ ആ സ്ത്രീയോട് പോയി ചോദിക്കൂ, ഈ വീട്ടിലുള്ള അമ്മേനോട് പോയി ചോദിക്കൂ എന്ന് പറയാണ്. തബ് തക് മച്ചുവാരേക്ക് ബീവി ഘർ ലൗട്ടായി, അപ്പോഴേക്ക് എന്താണ് മുക്കുവത്തി തിരിച്ച് വീട്ടിലെത്തി. ബൂഠിയമ്മ ഉസ്കെ പാസ് ഗയി, ബൂഠിയമ്മ മുത്തശ്ശി അതിൻ്റെ അടുത്തേക്ക് പോയി. ഓർ ഉസ്സേ പൂച്ച, എന്നിട്ട് അവരോട് ചോദിച്ചു, തുമ്നെ ബച്ചഡേക്കോ ക്യോ നെഹി ചോടാ. അപ്പം ആ വീട്ടിലുള്ള ആ പറഞ്ഞ പശുക്കിടാവ് പറഞ്ഞ ആ സ്ത്രീ ആരാണ്? നമ്മുടെ മുക്കുവത്തിയാണ്. ആ മുക്കുവത്തിനോട് മുത്തശ്ശി ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് പശുക്കുഞ്ഞിനെ ഇന്ന് വിടാണ്ടിരുന്നേ? ഉസ്പർ മച്ചുവാരേക്ക് ബീവിനെ കഹ, അത് കേട്ടപ്പോൾ മച്ചുവാരേൻ്റെ ബീവി, അതായത് മുക്കുവൻ്റെ ബീവി ഭാര്യ പറയാണ്, എന്താ പറയുന്നത്? ബൂഠിയമ്മ ജബ് ബച്ചേനെ റോന ഹി ബന്ദ് നെഹി കിയാ തോ മേ ബച്ചഡേക്കോ കേസേ ചോടുത്തി. മുക്കുവത്തി പറയാണ്, അമ്മേ മുത്തശ്ശി, ഈ കുഞ്ഞ് എൻ്റെ മോൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പം അവനെ സമാധാനിപ്പിക്കാനല്ലേ എനിക്ക് നേരമുള്ളൂ. ആ സമയത്ത് ഞാൻ എങ്ങനെ ഈ പശുക്കിടാവിനെ വിടാൻ പോകുന്നേ? തും മുജ്സേ ക്യോ പൂച്ച്തി ഹോ, നീ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ബച്ചേസേ പൂച്ചോ, കുഞ്ഞിനോട്, ആ കരഞ്ഞ കുഞ്ഞിനോട് ചോദിക്കൂ എന്ന് പറയാണ്. അപ്പം കുഞ്ഞ് കരഞ്ഞതുകൊണ്ടാണ് മുക്കുവത്തിക്ക് ആ പശുക്കിടാവിനെ വിടാൻ പറ്റാണ്ടിരുന്നേ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാരണം കുഞ്ഞിനോട് എന്തിനാണ് എന്ന് ചോദിക്കാനാണ് പറയുന്നത്. അപ്പം അടുത്തതാ മുത്തശ്ശി കുഞ്ഞിൻ്റെ അടുത്തെത്തിയല്ലേ. तब बूढ़ी अम्मा बच्चे के पास गई और पूछा, बच्चे बता तूने रोना बंद क्यों नहीं किया. ഓ കുഞ്ഞെ, നീ പറ, നീ എന്തുകൊണ്ടാണ് കരച്ചിൽ നിർത്താണ്ടിരുന്നേന്ന്. ബച്ചേനെ കഹ, അപ്പോൾ കുഞ്ഞ് പറയാണ്, ബൂഠിയമ്മ മുझे ചിൻറ്റീനെ കാട്ടാ ഥാ തോ മേ ക്യാ കരൂ, ചിൻറ്റി സേ പൂച്ചോ. അപ്പോൾ കുഞ്ഞ് പറയാണ്, എന്നെ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ പിന്നെ ഞാൻ കരയില്ലേ? നിങ്ങൾ എന്നോട് എന്തിനാ ചോദിക്കുന്നേ? മേ ക്യാ കരൂ, ഞാൻ എന്ത് ചെയ്യാനാ? ചിൻറ്റീസെ പൂച്ചോ, ആ ഉറുമ്പിനോട് പോയി ചോദിക്കൂ എന്ന് പറയാണ്. ബൂഠി ചിൻറ്റിക്കെ പാസ് ഗയി, ആ അമ്മ എന്താണ് ആ ഉറുമ്പിൻ്റെ അടുത്ത് പോയി. ചിൻറ്റി ഓ ഉറുമ്പേ ബത്താവോ തുമ്നെ ബച്ചേക്കോ ക്യോ കാട്ടാ, പറ നീ ആ കുഞ്ഞിനെ എന്തിനാ കടിച്ചേ? ചിൻറ്റീനെ കാ. അപ്പോൾ ഉറുമ്പ് പറയാണ്, ബുട്ടിയമ്മ ചട്ടായിനെ മേരി രാഹ് റോക്കി, തും ചട്ടായി കോ ലപേട്ട് ലോ ഓർ മുझे ജാനേ ദോ തബ് മേ നെഹി കാട്ടൂങ്കി എന്ന് പറയാണ്. അപ്പം മുത്തശ്ശി, ഞാൻ നടന്നു പോകുന്ന വഴിയിലാണ് ആ ചട്ടായി കുഞ്ഞിനെ കിടത്തിയിട്ടുള്ള പായ കിടക്കുന്നത്, അതിനെ അവിടെ നിന്ന് മാറ്റൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും കടിക്കൂല എന്ന് ഉറുമ്പ് പറയാണ്. നിങ്ങൾ മുത്തശ്ശി ആ കുഞ്ഞിൻ്റെ ആ ചട്ടായിനെ, ആ പായേനെ
അവിടുന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തുണ്ടായി? ബൂട്ടി അമ്മാനെ ഛട്ട് സെ ബച്ചേ കോ ഉഠായ ചട്ടായി കോ ലപ്പേട്ട് ദിയ. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മുത്തശ്ശി എന്ത് ചെയ്തു? കുഞ്ഞിനെ എടുത്തിട്ട് പായ അവിടെ നിന്ന് മാറ്റി വെച്ചു. ചിൻറ്റി ബച്ചേ കോ കാട്ടേ ബഗൈർ നിക്കൽ ഗയി, ബച്ചേനെ റോന ബന്ദ് കർ ദിയ. ഉറുമ്പ് കുഞ്ഞിനെ കടിക്കാണ്ട് പോയി. കുഞ്ഞാണെങ്കിൽ കടിക്കാത്തത് കൊണ്ട് തന്നെ കരച്ചിൽ നിർത്തി. ബച്ചേക്ക് മാനെ ബച്ചടേക്കോ ഘോൽ ദിയ. കുഞ്ഞിൻ്റെ അമ്മ പശുവിനെ അയച്ചു വിട്ടു. ബച്ചടേനെ ഘാസ് ഘാലി. എന്താണ്? ആ പശുക്കുഞ്ഞ് എന്ത് ചെയ്തു? പശുക്കിടാവ് എന്ത് ചെയ്തു? ആ പുല്ല് മുഴുവൻ തിന്നു. ഓർ ഫിർ ധൂപ്പ് മേ മച്ഛലി സൂക്കുകയും. അതിനുശേഷം വെയിലത്ത് എന്താണ് ആ മീൻ ഉണങ്ങി. ബൂട്ടി അമ്മാനെ സിഗടി മച്ചിലിയ സമേറ്റി ഔർ അന്തർ ലേ ഗയി. മുത്തശ്ശി എന്ത് ചെയ്തു? ആ ഉണങ്ങിയ മീനുകളെല്ലാം ഒരുമിച്ച് കൂട്ടി കൊട്ടയിലിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഈ കഥയിൽ പഠിക്കാനുള്ളത്. ഇതൊരു ലോകകഥയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു.